മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമന്റ് വന്നിരുന്നു. നമ്മൾ സെക്ഷൻ എടുത്തപ്പോൾ അതിൽ റൂൾസ് ചെയ്യുമോ ചോദിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് റൂൾസ് നോക്കാം. KCS റൂൾസ് ചാപ്റ്റർ 1 പ്രിലിമിനറി. KCS റൂൾസ് ചാപ്റ്റർ 1 പ്രിലിമിനറി. അതിൽ വരുന്നത് റൂൾ 1ഉം 2ഉമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് KCS ആക്ടിലെ ചാപ്റ്റർ 1 ആയിരുന്നു. അതിൽ സെക്ഷൻ 1ഉം 2ഉം നമ്മൾ നോക്കിയല്ലേ. നമുക്ക് റൂൾസ് നോക്കാം. റൂൾ 1ഉം 2ഉമാണ് പ്രിലിമിനറിയിൽ വരുന്നത്. അതിൽ റൂൾ 1 ആണ് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെന്റ്. ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെന്റ്. ദിസ് റൂൾസ് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ 1969 എന്നെ വിളിക്കുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 എന്നാണ്. ദിസ് റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 14th July 1969. റൂൾസ് നിലവിൽ വന്നത് 14 ജൂലൈ 1969 അപ്പൊ പക്ഷെ ചാപ്റ്റർ 15ന്റെ റൂൾസ് വന്നിട്ടില്ലായിരുന്നു. ചാപ്റ്റർ 15ന്റെ റൂൾസ് വന്നത് 1 ജനുവരി 1974. അപ്പൊ റൂൾസ് നിലവിൽ വന്നത് 14 ജൂലൈ 1969. ചാപ്റ്റർ 15ന്റെ റൂൾസ് വന്നത് 1 ജനുവരി 1974. ഇനി നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. റൂൾ 2ലുള്ള റൂൾ 2 ഡെഫിനിഷൻസ്. റൂൾ 2ലാണ് അപ്പൊ ഡെഫിനിഷൻസ് പറയണത്. റൂൾ 2A ആക്ട്. ആക്ട് മീൻസ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ആക്ട് അറിയപ്പെടുന്നത് എന്താണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അത് പറയുന്ന റൂൾ 2A. റൂൾ 2A ആക്ട്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2AI. റൂൾ 2AI പറയുന്നത് ഓഡിറ്റ് ടീം. Audit team means a team of auditors appointed by the Director of Cooperative Audit as stipulated under subsection 9 of section 63. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണത് DCA ആണ്. അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണത്. അത് പറയുന്ന സെക്ഷൻ 63 സബ്സെക്ഷൻ 9. അതിലാണ് പറയുന്നത് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണത് DCA ആണ്. അപ്പൊ റൂൾ 2AI ഓഡിറ്റ് ടീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കാം. റൂൾ 2AA. റൂൾ 2AA കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. റൂൾ 2AA കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് മീൻസ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 56 1C ഓഫ് ദ ആക്ട്. അപ്പൊ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് പറയുന്ന സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 56 1C. സെക്ഷൻ 56 1C. ഇതിന്റെ പെർസെന്റേജ് വരുന്നത് 10%. മെമ്പർ റിലീഫ് ഫണ്ട് 10% കീപ്പ് ചെയ്യേണ്ടത്. അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിന്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. മാക്സിമം എമൗണ്ട് 1 lakh. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിന്റെ മാക്സിമം ആണ് 1 lakh. പെർസെന്റേജ് 10%. അപ്പൊ റൂൾ 2AA കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് വരുന്നത്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2AB. റൂൾ 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. റൂൾ 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം മീൻസ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദ ആക്ട്. അപ്പൊ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം പറയുന്ന സെക്ഷൻ 57E. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ഡിഫൈൻ ചെയ്തിരിക്കുന്ന റൂൾ 2AB. നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കാം. റൂൾ 2B. റൂൾ 2Bയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഗ്രി. അതായത് ഡിഗ്രി മീൻസ് എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് റെഫേർഡ് ഇൻ സെക്ഷൻ 76 ഓഫ് ദ ആക്ട്. സെക്ഷൻ 76 പറഞ്ഞിരിക്കുന്ന ഓർഡർ, ഡിസിഷൻ, അവാർഡ് അതിനെയൊക്കെ പറ്റി പറയുന്നതാണ് ഡിഗ്രി. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2Bയിൽ. സെക്ഷൻ 76 ആണ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. സെക്ഷൻ 76 എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. നെക്സ്റ്റ് റൂൾ 2C. റൂൾ 2Cയിൽ പറയുന്നത് ഡിഗ്രി ഹോൾഡർ. റൂൾ 2C ആണ് ഡിഗ്രി ഹോൾഡർ. Degree holder means any person holding a degree
ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിഗ്രി. അതായത് ഉത്തരവ് കൈവശം വെക്കുന്ന ആളെയാണ് ഡിഗ്രി ഹോൾഡർ എന്ന് പറയുന്നത്. നിയമപ്രകാരം ആരാണോ കൈവശം വെക്കുന്നത് അതാണ് ഡിഗ്രി ഹോൾഡർ. ഇത് റൂൾ 2C ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ഹോൾഡറിനെ തന്നെയാണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഹോൾഡർ ആണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ. നെക്സ്റ്റ് റൂൾ 2D. റൂൾ 2Dയിൽ ഡിഫോൾട്ട് ആണ് പറയുന്നത്, അതായത് വീഴ്ച. റൂൾ 2Dയിലാണ് ഡിഫോൾട്ട്. ഇവിടെ ഡി തന്നെയാണ്, ഇപ്പൊ ഡിഫോൾട്ടിന്റെ ഫസ്റ്റും ഡി തന്നെ. അപ്പൊ റൂൾ 2D ഡിഫോൾട്ട്. Default means failure on the part of any person to repay the financing bank or to any other society or loan any other amount due to within time fixed. അതായത് എന്തെങ്കിലും ഫെയിലിയർ വരാം, അതായത് നമ്മ ലോൺ എടുത്തിട്ട് സൊസൈറ്റിക്കോ ഫിനാൻസിങ് ബാങ്കിനോ തിരിച്ചടയ്ക്കാണ്ട് കൃത്യസമയത്ത് തിരിച്ചടക്കാണ്ട് വരുമ്പോൾ ഉള്ള വീഴ്ചയാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. To return to the society within the time fixed the finished goods in respect of raw materials advanced or to keep any other obligation for the fulfillment of which a time limit has been specified in the bylaw. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കൃത്യസമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാതെ വരികയോ നമ്മ എന്തെങ്കിലും മെറ്റീരിയൽസ് അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊടുക്കാൻ പറ്റാതെയോ വരികയോ ചെയ്യുമ്പോഴാണ് ഡിഫോൾട്ട് സംഭവിക്കുക. അപ്പൊ റൂൾ 2Dയിലാണ് ഡിഫോൾട്ടിനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റൂൾ 2D ഡിഫോൾട്ട്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2E. റൂൾ 2യിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫോൾട്ടർ ആണ്. റൂൾ 2E ഡിഫോൾട്ടർ. Defaulter means any cooperative society against which or any person against whom a degree has been obtained. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർക്കെതിരെയാണോ ഒരു ഡിഗ്രി ഒപ്റ്റെയിൻ ചെയ്തേക്കുന്നത് അവരാണ് ഡിഫോൾട്ടർ. Means any cooperative society against which or any person against whom a degree has been obtained. ഉത്തരവ് ആർക്കെതിരെയാണോ വന്നിരിക്കുന്നത് അദ്ദേഹമാണ് ഡിഫോൾട്ടർ. റൂൾ 2Eയിലാണ് ഡിഫോൾട്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2F. റൂൾ 2Fയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോംസ് ആണ്. ഫോം എഫ് തന്നെയാണ്, അപ്പൊ ഫോമിന്റെ എഫ് ഫസ്റ്റ്. അപ്പൊ റൂൾ 2F ഫോം മീൻസ് ഫോം സെറ്റ് ഔട്ട് ഇൻ അപ്പൻഡിക്സ് 2. ഫോമിനെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 2യിലാണ്. നമുക്ക് ടോട്ടലി 39 ഫോംസ് ആണ് ഉള്ളത്. 39 ഫോംസ് അപ്പൻഡിക്സ് 2യിലാണ് ഫോംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്ന റൂൾ 2Fയിലാണ്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2G. റൂൾ 2Gയിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആസ് സർട്ടിഫൈഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് DCA ആണ് നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്നത്. അത് പറയുന്ന റൂൾ 2G നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് റൂൾ 2GA. GAയിലാണ് നെറ്റ് ലോസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ റൂൾ 2G ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും റൂൾ 2GA ആണെങ്കിൽ നെറ്റ് ലോസും. നെറ്റ് ലോസ് ആർ സർട്ടിഫൈഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പൊ നെറ്റ് ലോസും സർട്ടിഫൈ ചെയ്യണത് DCA തന്നെയാണ്, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2H. നെക്സ്റ്റ് റൂൾ 2H. റൂൾ 2Hയിൽ പറയുന്നത് പേഴ്സൺ ആണ്. പേഴ്സൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2H. ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരെയൊക്കെയാണ് നമ്മൾ പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2Hയിലാണ്. റൂൾ 2H പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് റൂളാണ് റൂൾ 2I. ഐയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിൽ ഓഫീസർ ആണ്. റൂൾ 2I ആണ് സെയിൽ ഓഫീസർ. സെയിൽ ഓഫീസർ മീൻസ് ആൻ ഓഫീസർ ഓഫ് എനി ഡിപ്പാർട്ട്മെന്റ് എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. അതായത് രജിസ്ട്രാർ ആണ് ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വഴി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടി?
ടു കണ്ടക്ട് ദ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓർ സെയിൽ വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിഫോൾട്ടേഴ്സ്. ഡിഫോൾട്ടേഴ്സിന്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാണ്ട് സെയിൽ ചെയ്യുകയോ ചെയ്യും. അത് സെയിൽ ഓഫീസറാണ് ചെയ്യുന്നത്. ടു എക്സിക്യൂട്ട് ദ ഓർഡർ ഓർ ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ ഇൻ റിഗാർഡ് ടു ദ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓർ സെയിൽ വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിഫോൾട്ടർ. അപ്പൊ ഡിഫോൾട്ടറിന്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് ആരാണ്? സെയിൽ ഓഫീസറാണ്. അതിന് ഓർഡറും ഡിസിഷനും ഒക്കെ കൊടുക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് രജിസ്ട്രാർ ആയിരിക്കും. അത് പറയുന്നതാണ് സെയിൽ ഓഫീസറിൽ. റൂൾ 2I സെയിൽ ഓഫീസർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റൂൾ 2J. റൂൾ 2J ആണ് സെക്ഷൻ. സെക്ഷൻ മീൻസ് സെക്ഷൻ ഓഫ് ദ ആക്ട്. ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് റൂൾ 2J സെക്ഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2Qവിലാണ് റൂൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2Qവിൽ റൂൾസും റൂൾ 2Jയിൽ സെക്ഷൻസുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റൂൾ ആണ് റൂൾ 2K, വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് സച്ച് പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി. സൊസൈറ്റി റിസീവ് ചെയ്യുന്ന റിസർവ് ഫണ്ടോ അല്ലെങ്കിൽ മറ്റു ഫണ്ടുകളോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലോ ലോൺസോ ഡെപ്പോസിറ്റോ അതിനെയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് റൂൾ 2Kയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിബഞ്ചേഴ്സ് ഈസ് ഇഷ്യൂഡ് ബൈ സൊസൈറ്റി ആസ് ഹാവ് നോട്ട് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിംഗ്സ് ആൻഡ് അതർ ഫിക്സ്ഡ് അസറ്റ്. അല്ലെങ്കിൽ ഡിബഞ്ചർ സൊസൈറ്റീസ് ഇഷ്യൂ ചെയ്യും. അതിനെയും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് തന്നെയാണ് പറയുന്നത് റൂൾ 2Kയിൽ. ഈ ഫണ്ട് ബിൽഡിങ്ങിലോ മറ്റു ഫിക്സ്ഡ് അസറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റൂൾ 2Kയിലാണ് അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കൂടെ നോക്കാം. റൂൾ 2A ആക്ട്, റൂൾ 2AI ഓഡിറ്റ് ടീം, റൂൾ 2AA കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, റൂൾ 2AB കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം, റൂൾ 2B ഡിഗ്രി, റൂൾ 2C ഡിഗ്രി ഹോൾഡർ, റൂൾ 2D ഡിഫോൾട്ട്, റൂൾ 2E ഡിഫോൾട്ടർ, റൂൾ 2F ഫോർ, റൂൾ 2G നെറ്റ് പ്രോഫിറ്റ്, GA നെറ്റ് ലോസ്. അപ്പൊ റൂൾ 2G നെറ്റ് പ്രോഫിറ്റും റൂൾ 2GA നെറ്റ് ലോസും, റൂൾ 2H പേഴ്സൺ, റൂൾ 2I സെയിൽ ഓഫീസർ, റൂൾ 2J സെക്ഷൻ, റൂൾ 2K വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയുമാണ് നമ്മുടെ റൂളിൽ ഡെഫിനിഷൻസ് ആയി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.